മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിൽ ജീവിതത്തിൻ്റെ സായങ്കാലം മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഏറെ വേദനിക്കുന്ന ഒരു കൂട്ടരാണ് ഈ മാതാപിതാക്കൾ. ഇന്ന് കാലം മാറിയതോടുകൂടി മാതാപിതാക്കൾ അനാഥമാകുന്ന സാഹചര്യമാണ്. എന്നാൽ ചില നല്ല കുടുംബങ്ങളിൽ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്വന്തം കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്ന പരിഗണിക്കുന്ന മക്കളുള്ള നല്ല കുടുംബങ്ങളുമുണ്ട്. അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ അതിരൂപതയിലെ ചേറൂർ ഇടവകയിൽപ്പെട്ട പാലിശ്ശേരി ലോന ചേട്ടനും അതുപോലെ തന്നെ റോസി ചേട്ടത്തിയും, ഇവർ രണ്ടുപേരും അടങ്ങുന്ന കുടുംബം, അവർക്ക് ദൈവം 6 മക്കളെ നൽകി. പക്ഷേ ഈ ജീവിത പങ്കാളി മരിച്ചു. 6 മക്കളിൽ ഏക മകനും മരിച്ചു. മൂത്ത മകളോടുകൂടെ താമസമാക്കിയ ഈ അമ്മ അവസാനം ആ മകളും മരിച്ചു. മകളുടെ ഭർത്താവും മരിച്ചപ്പോൾ രണ്ടാമത്തെ മകളായ ട്രീസ, മകളുടെ ഭർത്താവും ജോസ്, ഇവര് ഈ അമ്മയെ കൊണ്ടുവരുന്നു. എരനല്ലൂർ ഇടവകയിലെ വാഴപ്പള്ളി കുടുംബത്തിൽ അവരായിരിക്കുന്നു. സ്വന്തം അമ്മയെപ്പോലെ മരുമകനാണെങ്കിലും ഈ ജോസ് അതുപോലെ തന്നെ മകളും സംരക്ഷിക്കുന്ന അനുഭവം. ഒരേ ഒരു മകൻ 21-ാം വയസ്സിൽ അപകടത്തിൽ മരിച്ചു. മൂത്ത മകളും ഭർത്താവും മരിച്ചു. ഒരു മകൾക്ക് മനോവൈകല്യമുള്ള അനുഭവം. 54-ാമത്തെ വയസ്സിൽ ആ മകളും മരിച്ചു. അങ്ങനെ മരണത്തിൻ്റെയും സഹനത്തിൻ്റെയും വേദനകളുടെയും മധ്യേ ബാക്കി മക്കളെ നല്ലതുപോലെ വളർത്തി അതിൽ 2 മക്കൾ CMC സഭയിൽ സന്യാസിനിമാരായി. ഇപ്പോൾ 3 മക്കളേ ഉള്ളൂ. ബാക്കി 3 മക്കൾ മരിച്ചു കഴിഞ്ഞു. ഒരു പേരക്കുട്ടി തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തൃശ്ശൂർ കേച്ചേരി വാഴപ്പള്ളി ജോസ് VKയുടെ വീട്. ഈ വീട്ടിലെ അമ്മാമ്മയായ എരൂർ പാലിശ്ശേരി റോസി അമ്മാമ്മയുടെ കുടുംബവിശേഷങ്ങളാണ് ഇന്ന് മധുരം ജീവിത സായാഹ്നത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. റോസി അമ്മാമ്മയുടെ മകളുടെ വീടാണിത്. ലോന VC എന്ന ലോന അപ്പാപ്പൻ തൻ്റെ 82-ാം വയസ്സിൽ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടപ്പോൾ മറ്റു മക്കളുടെ അഭാവത്തിൽ റോസി അമ്മാമ്മ മകളായ ട്രീസ ജോസിന്റെ വീട്ടിലേക്ക് താമസം മാറി. ലോന റോസി ദമ്പതികളുടെ മക്കളായ കൊച്ചുമേരി, ബിജു, ജാൻസി എന്നിവർ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. എരനെല്ലൂർ കൊന്തമാതാവിന്റെ പള്ളിയാണ് ഈ കുടുംബത്തിന്റെ ഇടവക ദേവാലയം. തേടിയെത്തുന്ന സ്വർഗ സൗഭാഗ്യം കാതോർത്ത് മകൾക്കും കുടുംബത്തിനുമൊപ്പം സുഹൃതങ്ങൾ പങ്കിട്ട് പ്രാർത്ഥനയിലും അനുദിന കർമ്മങ്ങളിലും അത്യുത്സാഹത്തോടെ മുന്നേറുകയാണ്
ഈ അമ്മ ഇന്ന്. ഞാൻ ഫാദർ സന്തോഷ് അന്തിക്കാട്, തൃശ്ശൂർ അതിരൂപത വൈദികനാണ്. ഞാൻ ഇപ്പോൾ കടങ്ങോട് എന്ന സ്ഥലത്ത് വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. ഇതെൻ്റെ പെങ്ങൾ ശാന്തി, അളിയൻ ഡെയ്സൺ, മകൾ ഹെറി. എൻ്റെ അമ്മയാണ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്നത്. അമ്മ കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു. അപ്പച്ചൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ടിട്ട് 25 വർഷങ്ങളായി. അമ്മ പ്രത്യേകമായിട്ട് ഞങ്ങളെ വലിയ വിശ്വാസത്തിൽ വളർത്തുകയും ഈശോയോട് ചേർത്ത് വെച്ച് ഞങ്ങളെ ഇരുവരെയും ചെറുപ്പം മുതൽ ചേർത്ത് വെച്ച് ഞങ്ങളെ വളർത്തി. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിൽ അമ്മാമ്മയും അപ്പാപ്പനെയും കാണാനായിട്ട് ചേറൂരിലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്ന അപ്പാപ്പനെയും അമ്മാമ്മയെയാണ് ഞങ്ങൾ കാണാറ്. കൊച്ചുമക്കൾക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് അമ്മാമ്മയുടെ കരുതലിൽ ഞങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാവും. ഒപ്പം അപ്പാപ്പൻ വളരെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏവർക്കും മാതൃകാപരമായ ഒരു ജീവിതമാണ് അപ്പാപ്പ നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മകൾ, അതുപോലെ ഫ്രാൻസിസ്കൻ അൽമായ സംഘടനയിലെ ഏറ്റവും മുതിർന്ന അംഗം, മാത്രമല്ല ചേറൂര് ഇടവകയിലെ വിജയപുരം എന്നറിയപ്പെടുന്ന സെൻറ്റ് സേവിയസ് ഇടവകയിലെ ഏറ്റവും കൂടുതൽ കൈക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്തത് അപ്പാപ്പനാണ്. അപ്പാപ്പൻ്റെ മരണശേഷം പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ചേറൂരിലേക്ക് എത്തുകയും അമ്മാമ്മയുടെയും അതുപോലെ തന്നെ അമ്മയുടെ വയ്യാത്ത സഹോദരി ജാൻസിയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. പ്രത്യേകമായിട്ട് അമ്മയുടെ കരുതലിൽ കടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് യാദൃശ്ചികമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്ക് രോഗം വരികയും അമ്മയുടെ അവസ്ഥയിലും അമ്മാമ്മയെ നോക്കുകയും ചെയ്തത്. അമ്മയുടെ മരണശേഷം പിന്നീട് അമ്മാമ്മയുടെ ഇടവക ചേറൂരാണെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അമ്മയുടെ രണ്ടാമത്തെ സഹോദരി ഇവിടെ കേച്ചേരിയിലെ മേമ ട്രീസ എന്ന് വിളിക്കുന്ന മേമയുടെ അടുത്തേക്ക് എത്തുകയും ഈ കുടുംബം വളരെ സ്നേഹത്തോടെ അമ്മാമ്മയെ നോക്കുകയും എല്ലാ കാര്യങ്ങളും അമ്മാമ്മയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് എല്ലാവർക്കും ഒരു പ്രിയ സാന്നിധ്യമായിട്ട് അമ്മാമ്മ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നു. അമ്മ മക്കളെ കരുതിയതിൻ്റെ 100 മടങ്ങ് തീക്ഷ്ണതയോടെ മക്കൾ അമ്മാമ്മയെ പരിചരിക്കുന്നു. അനുഗ്രഹം സ്വയം വില്ല് തൊടുത്ത് ആവനാഴിയിൽ നിന്നും പുറപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഈ അമ്മയുടെ അനുഗ്രഹമൊഴികൾ ഈ കുടുംബത്തെ കൂട്ടായ്മയിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്തുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജ്യോതിസ്, CMC സഭ. ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 3ാമത്തെ മകള്. 45 വർഷമായി CMC സഭയിൽ ചേർന്നിട്ട്. അതിൽ 34 കൊല്ലം ജോലി ചെയ്തു. 24 കൊല്ലം വിമല കോളേജിലും 10 കൊല്ലം സെൻറ്റ് മേരീസ് കോളേജിലും. ഇപ്പോൾ റിട്ടയർ ചെയ്തു. 10 കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ചിയാരം കോൺവെൻറ്റിൽ സുപ്പീരിയറായിട്ട് സേവനം ചെയ്യുന്നു. അപ്പൻ മരിച്ചിട്ട് 15 വർഷമായി. അമ്മ ഇപ്പോൾ 90 വയസ്സായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം വീട് ചേറൂരാണ്. അവിടെ ഇപ്പോൾ ആരും താമസിക്കാനില്ലാത്തതുകൊണ്ട് ചേച്ചി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കേച്ചേരി വീട്ടിലാണ് താമസിക്കുന്നത്. അടിയുറച്ച ദൈവിക വിശ്വാസത്തിലാണ് അപ്പൻ ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കടയായിരുന്നു. എന്നും ഒട്ടുകുത്തിയൊരു കൊന്ത ചൊല്ലി കട 10 മണിയാകും പൂട്ടി വരുമ്പം. എന്നാലും ഒരു കൊന്ത ചൊല്ലിയിട്ടാണ് അപ്പൻ ബാക്കി കാര്യങ്ങളിൽ ഏർപ്പെടുകയുള്ളൂ. ആ ആധ്യാത്മിക ചൈതന്യമൊക്കെ ഞങ്ങളുടെ സന്യാസ ജീവിതത്തിന് കൂടുതൽ മുതൽക്കൂട്ടായിട്ട് ഞങ്ങൾക്ക് കരുതിയിട്ടുണ്ട്.
അപ്പൻ്റെ ദൈവിക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 5 പെൺകുട്ടി കഴിഞ്ഞ 6ാമത്തെ ഇരുന്ന ആൺകുട്ടി. അവൻ പെട്ടെന്ന് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. പക്ഷെ അതിലൊന്നും അപ്പൻ ഒട്ടും തളരാതെ അവൻ മരിച്ച് പിറ്റേ ദിവസം തന്നെ അപ്പൻ കുറച്ച് രൂപയും കൊണ്ടുപോയി കാൽവരിയിൽ കപ്പൂച്ചൻ സഭയിൽ ചേർന്ന് ഒരു മകനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ രൂപ കൊടുത്തൊരു മകനെ ദത്തെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അപ്പം പോയി. ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അപ്പൻ ചെയ്ത പണിയാണിതെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു മകൻ പോയതിൽ വേദനിക്കാതെ മറ്റൊരു മകൻ കൂടി കിട്ടിയെന്നുള്ള ആധ്യാത്മിക സന്തോഷത്തിലായിരുന്നു അപ്പൻ. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ അവസരങ്ങളായിരുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ അപ്പൻ്റെയും അമ്മയുടെയും 2ാമത്തെ മകളാണ്. എൻ്റെ ജീവിത പങ്കാളി ജോസ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ അമേരിക്കയിൽ മരുമകനും മക്കളും കൂടി അവിടെ താമസിക്കുന്നു. മകൻ സ്മിജോ എൻ്റെ കൂടെയുണ്ട്. മകൻ്റെ ഭാര്യ ലിറ്റി. അവരുടെ 2 മക്കൾ സേറ, ഇസ. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതശൈലികൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നും ഗുഡ്നസിൽ കുർബാന വെച്ചു കൊടുക്കുകയും എന്നും അമ്മ ആ സമയമാകുമ്പോൾ ഇവർ 2 പേരും ഒരുമിച്ചിരുന്നാണ് കുർബാനയും കൊന്തയും പങ്കുകൊള്ളുന്നത്. അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിൽ അമ്മോട് ഞാൻ പറയും നേരത്തെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അമ്മ പറയും ഇല്ല, ഇവർ വന്നതിന് ശേഷം. മോൻ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞ് അമ്മയും മരുമകനും മകനും കൂടി ഒരുമിച്ചിരുന്നാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. അമ്മ പിന്നെ ചെറിയ ചില ജോലികൾ, ഉള്ളി തോലി കളയുക, അങ്ങനെ എന്തെങ്കിലും എന്നെ സഹായിക്കും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 48 വർഷമായി. അപ്പനും അമ്മയും എന്നെ മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ എൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ആണ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാം അനിയത്തിമാരെല്ലാം വളരെ ചെറുപ്പമായിരുന്നു. ഏറ്റവും ചെറിയ ആങ്ങള 2 വയസ്സ് പ്രായമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കുടുംബത്തിലൊരു അംഗം പോലെ അവിടെ കഴിഞ്ഞു വന്നു. പിന്നെ അമ്മ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ആൻ ഗ്രേസ്. ഞാൻ CMC തൃശ്ശൂർ നിർമ്മല പ്രോവിൻസിലെ അംഗമാണ്. തൃശ്ശൂർ വിമല കോളേജിൽ ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 30 വർഷമായിട്ടുള്ള സന്യാസ ജീവിതത്തിൽ സന്തോഷത്തോടെ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവവിളിയുടെ അടിസ്ഥാനം എൻ്റെ കുടുംബം തന്നെയാണ്. അപ്പനും അമ്മയും ഞങ്ങൾ 6 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ ഞങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും വളർത്തുവാൻ ഏറെ പങ്കുവഹിച്ചവരാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും. ഞാൻ 5ാമത്തെ മകളാണ്. സന്യാസ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഏറ്റവും മാതൃകയായി കാണുന്നത് എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളെ തന്നെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കാണാറുള്ളത്. കാരണം അപ്പൻ എപ്പോഴും പുറത്തുപോയി അധ്വാനിക്കുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറെ ആഴപ്പെട്ട ഒരു വ്യക്തിയുമാണ്. അമ്മ വീട്ടിലായിരുന്നു കൊണ്ടുള്ള എല്ലാ അത്യധ്വാനങ്ങളും കാഴ്ചവെക്കാറുണ്ട്. 2 പേരും ഒരിക്കൽ പോലും പരസ്പരം വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത അവസരങ്ങളോ ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 2 പേരും തമ്മിലുള്ള പരസ്പര ധാരണയും ഐക്യവും സ്നേഹവും വളരെയധികം എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചേച്ചിയുടെ വീട്ടിലാണ് അമ്മ താമസിക്കുന്നതെങ്കിലും അവരുടെ സ്നേഹപൂർവമായ ശുശ്രൂഷയും കാര്യങ്ങളും അമ്മയെ ഒരുപാട് ഈ വാർദ്ധക്യാവസ്ഥയിലും സമാധാനപരമായി ജീവിക്കുവാൻ ഏറെ സഹായിക്കുന്നു. അവർ ചെയ്യുന്ന സ്നേഹപൂർവമായ എല്ലാ സമീപനങ്ങളും അമ്മ നന്ദിയോടുകൂടെ തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ പറയാതെ ഈ വാർദ്ധക്യത്തിൽ വളരെ സന്തോഷമായി മുന്നേറുവാൻ ഈ കുടുംബം വളരെയധികം അമ്മയ്ക്ക് സഹായകമായിക്കൊണ്ടിരിക്കുന്നു. ധന്യ സർവവന്യ മേ
കൊച്ചുമക്കളെ തൻ്റെ ഒപ്പമിരുത്തി അവരെ കൊഞ്ചിക്കുമ്പോൾ അമ്മ കൂടുതൽ ചെറുപ്പമാവുകയാണ്. ഞാൻ അമ്മാമ്മയുടെ രണ്ടാമത്തെ മകളായ ട്രീസയുടെ മകനാണ് സ്മിജോ. അമ്മാമ്മയുടെ കൊച്ചുമക്കളിൽ രണ്ടാമത്താണ്. മൂത്ത കൊച്ചുമോൾ ചേച്ചിയാണ്. ചേച്ചി ഇവിടെ ഇല്ല. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. വീട്ടിലെ കേച്ചേരിയിലാണ് അമ്മാമ്മ താമസിക്കുന്നത്. അമ്മാമ്മ ചെറൂർ ഇപ്പോൾ ഒറ്റയ്ക്ക് കാരണം അവിടെ ആരുമില്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കേച്ചേരിയിൽ താമസിക്കുന്നു. അമ്മാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷം പറഞ്ഞ മാതിരി ഞങ്ങൾ വെക്കേഷനിലാണെങ്കിലും അവധി ദിവസങ്ങളിലാണെങ്കിലും ഞങ്ങൾ ചെറൂർ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ അമ്മാമ്മ വളരെ കരുതലോടെയാണ് പറയാറ്. എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം എത്തുക. അപ്പോൾ അമ്മാമ്മ എപ്പോഴും ഇഡ്ഡലിക്ക് ദോശയ്ക്ക് മാവ് അരയ്ക്കുന്നത് അവിടെ ബാക്കിലൊരു ഇതുണ്ടായിരുന്നു ആട്ടുകൽ. അതിലാണ് അമ്മാമ്മ അരയ്ക്കാറ്. അത്രയും പിന്നെ ഭക്ഷണത്തിന് അമ്മാമ്മ ഭയങ്കര പ്രാധാന്യം കൊണ്ട് അതേമാതിരി എന്താ പറയുക നല്ല കൈപ്പുണ്യമുണ്ട്. ഭക്ഷണം വയ്ക്കുമ്പോഴൊക്കെ ആയാലും നമുക്ക് സ്വാദേറിയ ടേസ്റ്റുള്ള ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ വെക്കേഷനിൽ പോകണമെങ്കിലും അമ്മാമ്മ തരാറ്. അതൊക്കെ ചെറുപ്പകാലത്തിലെ ഭയങ്കര അനുഭവമാണ്. പിന്നെ അപ്പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഷെയർ ചെയ്ത മാതിരി അപ്പാപ്പൻ പള്ളിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ കൈക്കാരനായാലും പിന്നെ അതുപോലെ വളരെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പള്ളിയുടെ മുമ്പിലാണ് അപ്പാപ്പൻ കുർബാനയ്ക്ക് നിൽക്കുക. അപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വരും തലമുറകളിലും ഞങ്ങളും അത് അനുഭവിക്കുന്നുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ശാന്തി. ഞാൻ അമ്മാമ്മയുടെ മൂത്ത മകളായ കൊച്ചുമേരിയുടെ മൂത്ത മോളാണ്. എന്നെ സംബന്ധിച്ച് അമ്മാമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അപ്പച്ചൻ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും ഞങ്ങൾ അനിയനും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ശനി ഞായർ ക്ലാസ്സിൽ മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മ പറയും നമുക്ക് ചെറൂർ പോവാം, അവിടെ അമ്മാമ്മയും അപ്പാപ്പനും ഒറ്റയ്ക്കുള്ളത്, അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഡാഡി ചെറുപ്പത്തിൽ തന്നെ മരിച്ച കാരണം നമുക്ക് അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മയും അപ്പാപ്പനും വലിയൊരു സപ്പോർട്ടായിരുന്നു. കാരണം അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നിരുന്നത്. അപ്പോൾ അമ്മാമ്മയ്ക്കൊരു പിന്നിൽ നിന്ന് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു അപ്പാപ്പനും അമ്മാമ്മയും. നമുക്ക് ചില കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോണ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ അപ്പാപ്പനും അമ്മാമ്മയാണ് വലിയൊരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. എൻ്റെ പേര് ഡെയ്സൺ. എൻ്റെ സ്ഥലം വരുന്നത് ചാവക്കാടാണ്, പാലൂര് ഇടവക അംഗമാണ്. അമ്മാമ്മയുടെ മൂത്ത മകളുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ വളരെ സ്നേഹസമ്പന്നയായ ഒരു അമ്മാമ്മയാണ്. ഞാനൊരു 12 വർഷമായിട്ടാണ് ഇപ്പോൾ അമ്മാമ്മനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മാമ്മ ഇപ്പോൾ ഒന്നെല്ലാം അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ കൈയിൽ നിന്ന് ചേർത്ത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് കൈയ്യുമൊരു മുത്തം തരും. ഏത് നേരം ഞാൻ അമ്മാമ്മനെ കാണുമ്പോൾ ഒരു കൊന്ത അമ്മമ്മയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ കയ്യുമ്മ ഒരു മുത്തം തന്നിട്ട് പറയും, നീ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രത്യേകം അമ്മമ്മ പറഞ്ഞ് സ്നേഹസമ്പന്നയായ ഒരു അമ്മാമ്മയാണ്. എൻ്റെ പേര് ലിറ്റി. ഞാൻ അമ്മമ്മയുടെ രണ്ടാമത്തെ മകൾ ട്രീസയുടെ മകൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ എൻ്റെ 2 മക്കൾ 2 പെൺകുട്ടികളാണ്. അവരെ ഇപ്പോൾ അമ്മാമ്മ ചെറിയ ചെറിയ ഉപദേശങ്ങളായാലും അവരുടെ തെറ്റുകൾ തിരുത്തലുകളായാലും അമ്മാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. വളരെ നല്ല രീതിയിൽ മക്കളെ ശാസിക്കുകയും ഉപദേശിക്കുകയും സ്നേഹിക്കുകയും അമ്മാമ്മ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ അമ്മാമ്മയുടെ, അതായത് മക്കളുടെ അമ്മയുടെ പരിചരണം കൂടി ലഭിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഞാൻ സ്മിത, ഇതെൻ്റെ ഹസ്ബൻഡ് എബ്രഹാം, മക്കൾ അമൽ, അലൻ. ഞാൻ അമ്മാമ്മയുടെ രണ്ടാമത്തെ മകളുടെ മകളും കൊച്ചുമക്കളും മൂത്തയാളുമാണ്. ഞാൻ അമ്മാമ്മയ്ക്ക് കൊച്ചുമകളല്ല, മകള് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ വിവാഹശേഷം 22 വർഷമായി ഞാൻ US-ലാണെങ്കിലും എൻ്റെ വിമല കോളേജിലെ ഡിഗ്രി PG കാലയളവിൽ ഞാൻ അമ്മാമ്മയുടെ അപ്പാപ്പനോടും കൂടെ ചെറൂരിലുള്ള അവരുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയും കൊന്തെത്തിക്കുന്ന അപ്പാപ്പനെയും അമ്മാമ്മയാണ് കാണാറുള്ളത്. അവരെന്നും ദീപബലിയർപ്പിക്കാൻ പള്ളിയിൽ പോകുമായിരുന്നു. അവരുടെ ഈ പ്രാർത്ഥനാ ജീവിതം പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു പ്രചോദനമായിരുന്നു. അമ്മാമ്മ നല്ലൊരു പാചകക്കാരി കൂടിയാണ്. ഞാൻ ലഞ്ചിന് കോളേജിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി അമ്മാമ്മ എന്നെ കാത്തിരിക്കുകയായിരുന്നു. അമ്മാമ്മ വെറുതെ ഇരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കും. അമ്മാമ്മയുടെ ഈ അധ്വാനശീലം എല്ലാ മക്കൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അമ്മാമ്മ വളരെ ക്ഷമാശീലമുള്ള വ്യക്തിയാണ്.
വയ്യാത്ത മേമയുടെ എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മുത്തപ്പാപ്പനെ 90 വയസ്സ് വരെ നോക്കിയത് അമ്മമ്മ തന്നെയാണ്. ഈ വാഴപ്പള്ളി കുടുംബം നിലവിലായിരിക്കുന്ന എരനെല്ലൂർ കൊന്തമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവക വികാരിയച്ഛൻ ആൻഡോ കാഞ്ഞിരത്തെങ്കിൽ അച്ഛൻ ഓരോ കുടുംബത്തെയും വ്യക്തിപരമായി അറിയുന്ന, കൂടെ വസിക്കുന്ന നല്ല ഇടയൻ. ആ അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. പാലിശ്ശേരി ലോന ഭാര്യ ത്രേസ്യ എരനല്ലൂർ ഇടവകയിലാണ് താമസിക്കുന്നത്. 90 വയസ്സുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അവിടെ ഓരോ മാസവും കുമ്പസാരിച്ച് ഒരുങ്ങി അമ്മ പരിശുദ്ധ കുർബാന സ്വീകരിക്കും. വാസ്തവത്തിൽ അവിടെ ചെന്നപ്പോൾ ഈ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ് തോന്നാറ്. എത്ര രസമായിട്ടാണ് 90 വയസ്സായ അമ്മയെ അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പരാതിയും ഒരിക്കലും ഈ സംസാരത്തിൻ്റെ ഇടയിൽ എന്നോട് അവർ പറയാറേ ഇല്ല. ഒരു സങ്കടം മാത്രം ഇടയ്ക്ക് പറയാറുണ്ട്. അത് പൗലോസ്ലീഹ പറയുന്ന സങ്കടമാണ്. മരിച്ച് ദൈവത്തിൻ്റെ കൂടെ ആവാനാണ് എനിക്കിഷ്ടം. പക്ഷേ ദൈവം ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണ് അനുവദിക്കുന്നതെങ്കിൽ ഞാനിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരെയും ഏകദേശം ഈശോ തിരിച്ചെടുത്തു. ഭർത്താവിനെ തിരിച്ചെടുത്തു. 6 മക്കളുള്ളതിൽ ഏതാണ്ട് എല്ലാവരെയും തിരിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 3 മക്കളെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെടുത്തു. 2 സിസ്റ്റേഴ്സിനെ ഈശോയുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചെടുത്തു. 1 മകളെ മാത്രം ദൈവം ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ മകളാണ് അമ്മയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, സ്നേഹപൂർവ്വം പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആവശ്യമായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സ്വന്തം അമ്മ തന്നെ കാര്യമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ രാവിലെ പള്ളിയിലേക്ക് വരുന്നവരാണ്. ആരാധനയിലും അതുപോലെ ജപമാലയിലുമൊക്കെ പള്ളിയിൽ രാവിലെ വന്ന് പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസ ജീവിതം എത്ര മനോഹരമാണ് എന്ന് ഈ കുടുംബത്തെ നോക്കിയാൽ നമുക്ക് തോന്നിപ്പോകും. ദൈവം തന്ന അനുഗ്രഹങ്ങളോട് നന്ദി പറയുന്ന ഈ കുടുംബം എല്ലാ അർത്ഥത്തിലും ഒരു മാതൃക കുടുംബമാണ്. ഭൗതിക മേഖലകളിലുള്ള സന്തോഷത്തേക്കാൾ നിലനിൽക്കുന്ന ആത്മസന്തോഷമാണ് ഈ അമ്മാമ്മ ഹൃദയത്തിൽ ചൂണ്ടുന്നത്. പ്രാർത്ഥനാ ജീവിതവും ദൈവാശ്രയത്വവുമാണ് അമ്മാമ്മയുടെ ആത്മസന്തോഷം തുളുമ്പുന്ന ഇളകാത്ത വ്യക്തിത്വത്തെ കാത്തു പരിപാലിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഏവരും ഒന്നിച്ചു ഭക്ഷിക്കുക, പ്രാർത്ഥിക്കുക, സൗഹൃദം പങ്കിടുക, ഇവയെല്ലാം ഈ കുടുംബത്തെ ആത്മചൈതന്യമുള്ള ഒരു ഭവനമായി നിലനിർത്തുന്നു. പ്രായമുള്ള മാതാപിതാക്കളെ ഇന്നുള്ള മക്കൾ എങ്ങനെ കരുതണം എന്ന ഒരു നല്ല സന്ദേശം രാമനാഥപുരം ബിഷപ്പ് അഭിവന്യ പോൾ ആലപ്പാട്ട് പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അറിയാതെ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെ തള്ളി പറയുന്ന സ്വഭാവം. പലപ്പോഴും മാതാപിതാക്കളെ വേദനയോടുകൂടി പറയുന്ന കാര്യമാണ്, ഞങ്ങളെ ജന്മം നൽകി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ അവർക്ക് ശല്യമായി, ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു, വേറെ വീട് പണിത് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്നു. എന്തൊരു നന്ദികേടാണത്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കെപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ സ്വീകാര്യത നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണിത്. അതുകൊണ്ട് നമുക്കറിയാലോ, ഈ പരസ്നേഹം ആരംഭിക്കുന്നതിനെ കുറിച്ച്
ദൈവപ്രമാണങ്ങൾ 10 പറഞ്ഞതിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ടാണ്. ബാക്കിയുള്ള 7 പ്രമാണങ്ങളാണ് സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. സഹോദര സ്നേഹത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ബേസിക് ആയിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കലാണ്, സ്വന്തം മാതാപിതാക്കളുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു അനുഗ്രഹീത കുടുംബത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ചേറൂർ ഇടവകയിൽ നിന്ന് ഇവിടെ എരനല്ലൂർ വാഴപ്പള്ളി കുടുംബത്തിലേക്ക് കൈമാറ്റപ്പെട്ട ഒരു വലിയ ജ്യോതിസാണ് ഈ അമ്മ. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവം ഭരമേൽപ്പിച്ച മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി. ഇവിടെ ഈ അമ്മയുടെ ഏക മകൻ അപകടത്തിൽ മരിച്ചപ്പോൾ തകർന്നുപോയ അവസ്ഥയായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചു. ജീവിത പങ്കാളി മരിച്ചപ്പോൾ പിന്നെ മൂത്ത മകളുടെ കൂടെയായിരുന്നെങ്കിലും ആ മകളും ഭർത്താവും മരിച്ചപ്പോൾ ഈ വാഴപ്പള്ളി കുടുംബത്തിലേക്ക് വരികയും ജോസും ട്രീസായും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് കരുതി കൊണ്ടു നടക്കുന്ന അമ്മ. എത്രയോ ഹൃദ്യമായ ഒരനുഭവം. തിരുക്കുടുംബത്തിൻ്റെ മറ്റൊരു പതിപ്പ്. സഹനങ്ങളിലൂടെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ച് നീങ്ങുന്ന കുടുംബം. അതുകൊണ്ടെന്താണ്, ആ സമാധാനവും സന്തോഷവും ഒരിക്കലും കൈമോശം വന്നിട്ടില്ല. പേരക്കുട്ടി സന്തോഷ് അച്ഛൻ, അതുപോലെ തന്നെ 2 മക്കൾ സിസ്റ്റേഴ്സ് CMC സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അനുഗ്രഹീതമായ കുടുംബത്തിന് മറ്റൊന്നും വേണ്ട. വാസ്തവത്തിൽ മരിച്ചുപോയ ജീവിത പങ്കാളിയുടെ ആ വിശ്വാസ ജീവിതവും ഈ അമ്മയുടെ സഹനവും ഒരുമിച്ച് ചേർന്നപ്പോൾ രക്ഷാകരമായ കുടുംബം. ഈ കുടുംബത്തിൻ്റെ വിളക്കായി പ്രശോഭിക്കുന്ന ഈ അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് TVയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി DC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.